ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ കുട്ടി ക്യൂട്ട് ട്രീ സോ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ട്രീ ഉണ്ട്. ഞങ്ങൾ ഈ അടുത്ത് മേത്തർ ബസാറിൽ പോയ സമയത്ത് അവിടുത്തെ ക്രിസ്മസ് ഡെക്കോറും ട്രീ ഒക്കെ കണ്ടപ്പോൾ ഒരു ട്രീ അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. പോരാത്തതിന് ഇപ്പം എൻ്റെ കയ്യിൽ കുറേ ഡെക്കോർ ഐറ്റംസും ഉണ്ട്. സോ ഈ വ്ളോഗിൽ ഞാനും ദേവിക്കും കൂടി ഈ കുട്ടി ക്രിസ്മസ് ട്രീയെ ഞങ്ങളുടേതായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. സോ let's jump into the video. കൈമാറി അയ്യോ, നമുക്ക് മേരി ക്രിസ്മസിന്റെ സോ നമ്മള് ക്രിസ്മസ് ഒന്നും അങ്ങനെ ആക്ച്വലി ആഘോഷിക്കാറില്ല. ഇന്ന് എന്താ നമ്മൾ കൊച്ചു ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ട്രീ. സോ നമുക്ക് ഫസ്റ്റ് ട്രീ ഡെക്കോർ ചെയ്ത് തുടങ്ങാം. സോ ഇങ്ങനെയല്ല നമുക്ക് ആക്ച്വലി ട്രീ ആദ്യം മേടിക്കുമ്പോൾ കിട്ടും. ഇതെല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റിക്ക് പോലെയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ ട്രീ മേടിച്ച് വന്നാട് ഇതൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊന്നുകൂടി വൈഡായിട്ട് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഈ സാധനം നമ്മളിങ്ങനെ സ്ട്രെയിറ്റോ ഡൗണിലേക്കോ ആവരുത്. അപ്വേർഡ്സ് തന്നെ എന്താക്കാം, അപ്വേർഡ്സ് ആയിട്ട് നമ്മള് പോയിന്റ് ചെയ്ത് വെക്കണം. സോ അതിപ്പോ ദേവിക ശരി കാണിക്കും. ഇതിനു മുന്നേ നമ്മൾ ഒരിക്കൽ ഇത് ട്രീ മൊത്തത്തിൽ നമ്മൾ മേടിച്ച ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ച് ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെറുതെ റാൻഡം ആയിട്ട് ഞങ്ങൾ തൂക്കിയിട്ടതായിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്തപ്പം ഡെക്കോർ ഐറ്റംസ് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ലൈറ്റ് ഫിറ്റ് ആക്കിയത്. സോ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഡെക്കോർ ഐറ്റംസ് തൂക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് ലൈറ്റ് പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ ലൈറ്റ് ഇങ്ങനെ വയർ പോലെയല്ലേ ഉണ്ടാവുക, അപ്പം ഡെക്കോർ ഐറ്റംസ് എല്ലാം തട്ടി പോകുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഇപ്രാവശ്യം ഡെക്കോർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ലൈറ്റ്. ഇത് ഞങ്ങൾ മേത്തർ ബസാറിൽ നിന്ന് തന്നെ മേടിച്ചാണ്. ജസ്റ്റ് 90 റുപ്പീസിന് മേത്തറിന് മേടിച്ച നല്ല ലൈറ്റാണ്, നല്ല വാം ലൈറ്റാണ്. സോ ഇനി ട്രീ ഒക്കെ ഏകദേശം സെറ്റായതിനു ശേഷം നമുക്ക് ഈ ലൈറ്റ് സെറ്റാക്കാം. സോ നമ്മൾ ലൈറ്റ് സെറ്റപ്പ് തുടങ്ങുകയാണ്. ഏറ്റവും മുകളിലത്തെ ലെയറിന്ന് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്ത് ഏറ്റവും ഡൗണിലേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ലൈറ്റ് സെറ്റ് ആക്കുന്നതെന്ന്. സൂം ചെയ്ത് കാണിച്ചു തരാം. സോ നമ്മൾ ട്രീ ഫൈനലായിട്ട് ഫുള്ളായി ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കോർ ഐറ്റംസ് ആഡ് ചെയ്യാം. സോ ഇനി നമ്മൾ ഡെക്കോർ ഐറ്റംസ് ഡെക്കറേറ്റ് ചെയ്യാം. സോ നമ്മൾ ഏതിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഏതെന്ന് പറയുന്ന ഷിമ്മർ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. ഇതൊരു 8 പീസ് എങ്ങാനുണ്ട്. നമുക്ക് താഴെ സ്റ്റാർട്ട് ചെയ്യാം. എന്നുവെച്ചാൽ താഴത്തെ എല്ലാത്തിലും നീ പോലെയൊക്കെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇടാം. ശരി, 8 പീസ് അല്ലേ? നമുക്ക് വലിയ ഐഡിയ ഇല്ല ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന്. കാരണം ആദ്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഭംഗി ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. വേണ്ട, നോക്കാം. ബോട്ടം നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം മുകളിലൊക്കെ യൂണിഫോം ഇല്ലല്ലോ. താഴെ നമ്മൾ ഈ ഷിമ്മറിൻ്റെ ബോൾസ് നമ്മൾ വൺ അനദർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നേരെ മുകളിലത്തെ ലെയറിൽ എന്ത് ചെയ്യാം, ഇത് ഫിറ്റാക്കിയാലോ. പൈനിൻ്റെ ചെറിയ ഇതുണ്ട്, പൈൻ കോൺസ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇത് 2 അതർ വെച്ചാലോ, കാരണം അത് 4 പീസ് എങ്ങാനേ ഉള്ളൂ. സോ നമ്മളത് 2 സ്റ്റാൻഡ്സ് ഇടവിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചു. ഇനി അതിൻ്റെ നേരെ മുകളിലായിട്ട് വീണ്ടും ഒരു ബെൽസ്
കൊടുത്താലോ, ബെൽസ് കൊടുക്കാൻ വിചാരിച്ചു. നമ്മളിത് ചെയ്യുന്ന വെച്ചാൽ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയാണ് ശരിക്കും. അങ്ങനെ യൂണിഫോമിറ്റി വേണ്ട എന്നാണ് ബെൽസ് ഇവിടെ പറഞ്ഞത്. ബെൽസും നാളെ ഇല്ലല്ലോ, അത് നമുക്ക് രണ്ടിടവിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ബെൽസ് ഡെക്കറേറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് റോല് സെയിം 2 സ്റ്റാൻഡ് ഇടവിട്ടിട്ട് നമുക്ക് ബെൽസ് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഗോൾഡൻ ബോളാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഗോൾഡൻ ബോൾ ഇതിൻ്റെ ഇടയ്ക്കിടയിൽ കൊടുത്താലോ, 2 മൊത്തം ഫില്ല് ചെയ്തിട്ട് ആ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഗോൾഡൻ പിച്ചാക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്യൂബ് ഗിഫ്റ്റ് ബോക്സ്. ഓക്കെ, എന്നാൽ അത് മാറ്റി നമ്മൾ അടുത്തതൊരു സ്റ്റിക്കർ. ഓ, ഇവിടെ ഇങ്ങനെ വെക്കാനാണോ? ഓക്കെ ഓക്കെ, അങ്ങനെ. സോ അത് ഇവിടെ അവിടെ വെച്ച് ഞാനിവിടെ അല്ലെങ്കിൽ സെയിം. ഇതൊക്കെ 4 എണ്ണം മാത്രമേ ഉള്ളൂ. സോ ഇത്രയും നമ്മൾ ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോൾസ് ഷിമ്മറൊക്കെ ഏറ്റവും ഡൗണിൽ കൊടുത്ത്, അതിൻ്റെ തൊട്ട് മുകളിൽ പൈന് കൊടുത്തു, അതിൻ്റെ തൊട്ട് മുകളിൽ ബെൽസ്, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെയറിൽ ഈ സ്റ്റിക്ക്. ഇത് ദേവിക സെറ്റാക്കുന്നത് ഗിഫ്റ്റ് ബോക്സ്. സോ ഇത്ര ഐറ്റംസ് ബാക്കിയുണ്ട്. ഇതൊക്കെ നമുക്ക് ഇടയിലായിട്ടോ എവിടെയെങ്കിലുമായിട്ട് കൊടുക്കാം. നമ്മുടെ കൂട്ടത്തിലെ ക്യൂട്ടസ്റ്റ് വൺ നമ്മുടെ മഷ്റൂം. യെസ്, ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനത്തെ ട്വൈനാണ് അതിലിങ്ങനെ ഇതിൻ്റെ ഇത് കണ്ടോ, ഇതിങ്ങനെ വയറ് പോലത്തെ ഒരു ഐറ്റം. അപ്പം അത് നമുക്ക് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ. സോ ഇതുപോലെ ഇരിക്കും. അപ്പൊ ഈ ഷിമ്മർ നമ്മൾ പിന്നെ അവിടെ വെക്കും. കൺഫ്യൂഷൻ ആയി ഗൈസ്. സോ ഇനി നമ്മൾ ഷിമ്മർ ഏറ്റവും ടോപ്പ് മോസ്റ്റിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ടോപ്പ് മോസ്റ്റ് അല്ല, എവിടെ കൊടുക്കാം അല്ലേ? ഇവിടെ ഇവിടെയോ? ഓക്കെ, ഇനിയുണ്ട് ബാക്കി. നമുക്ക് ചെയ്യാം. ഇവിടെ മുകളിലെത്തുമ്പം അതിൻ്റെ സ്ട്രാൻഡ്സ് കുറഞ്ഞല്ലേ? 4 ചുരും 4 3 ചെറുതായി പ്രീത്തിയിരിക്കുന്നുണ്ട്. എവിടെയും കൂടി ഒരു ഷിമ്മർ കൊടുക്കാം. ഇപ്പം നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. ഷിമ്മർ ആക്ച്വലി നല്ല രസമുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഡേ ലൈറ്റിൽ അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു വേറെ ഇതിൻ്റെ തന്നെ നോർമൽ ബോൾസ് ഉണ്ട്, അപ്പം അത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ വെച്ചു. These are the shimmery ones, normal. ഓക്കെ, അപ്പം ഷിമ്മറിന് പകരം നമ്മൾ നോർമൽ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഷിമ്മറും നോർമലും ഷിമ്മറും എന്തെങ്കിലും ഒന്ന് അത് മതി. ഷിമ്മറും ഒരു ഷിമ്മർ നോർമലോ ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ. ഓക്കെ, ഡെക്കറേഷൻ ഇൻ പ്രോഗ്രസ്. ഇനി എന്താ ആക്ച്വലി നമ്മൾ ഇതെന്താ പറയുക, നമ്മളും ഫസ്റ്റ് ടൈമാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കൊണ്ടൊന്നും അറിയില്ല. സോ നമ്മളതായ ഐഡിയയിൽ ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഈ ഗോൾഡൻ കുറച്ച് 3 ഗോൾഡൻ ബോൾസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് വയ്ക്കാം. ഓക്കെ, ആക്ച്വലി നമ്മൾ റൂം സെലക്ട് ചെയ്യണം അത്ര ഈ ട്രീ എവിടെയാണ് വെക്കേണ്ടത്. പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രാവിലെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് സൺലൈറ്റ് ഷിമ്മറിന് അടിച്ച് ഷെയ്ഡ്സ്. രാത്രി ആകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കത്തിച്ച സെറ്റ് വൈബ് അല്ലേ? മനസ്സിൽ അത്ര വലിയ പോരാ. നല്ല ഫ്രെയിം, ബാക്ക്ഗ്രൗണ്ട് നീല ആകാശം, എല്ലാം കൊള്ളാം. സോ നമ്മൾ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് ഡൺ ആണ്. എല്ലായിടത്തും ഓരോ ഐറ്റംസ് കൊടുക്കിയിട്ടുണ്ട്. ഇതാണ് അടുത്ത ക്യൂട്ട് എസ്തറ്റിക് ഐറ്റം. മേത്ര ബസാറിന് മേടിച്ച് നല്ലൊരു ഫോറിൻ ഡെക്കോർ ഐറ്റംസ് കിട്ടുന്ന ഒരു
ഷോപ്പായിരുന്നു. സോ ഇത് നമ്മൾ എവിടെ ഡെക്കർ ചെയ്യേണ്ടത്? ഉള്ളിലുള്ളിൽ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, വേവ് ചെയ്ത ഇപ്പോൾ ഒരു പീസ് ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ബാക്കി ഇതാ നീ തന്നെ വെച്ചോ. ഒന്ന് മുകളിൽ നമ്മൾ കൊടുക്കാമെന്ന് വെച്ചു. നല്ല ഭംഗിയുണ്ട്. ഇനി ഇത്ര ഐറ്റംസാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇനി ആ ഒരു ഫ്ലവർ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പീസായിരുന്നു. സോ നമ്മൾ ഇത് എവിടെ വെക്കും? അത്യാവശ്യം കാണുന്ന ഒരു സ്ഥലത്ത് നോക്കാം. ഓക്കെ, ഇവിടെ തന്നെ ഒക്കെ വെച്ചാൽ നമ്മൾ ക്രൗഡഡ് ആയോ? അപ്പോൾ ഇത് മാറ്റാം. ഇല്ല, അതാണ് ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, ഇത് നമ്മളിവിടെ സെറ്റാക്കാമെന്ന് വെച്ചു. ഭക്ഷണം കുറച്ചൊന്നും അവിടെ വയ്ക്കും. ഓക്കെ, ഇത് ഒന്ന് വിളർന്ന് ഒന്ന് ഫോക്കസ്. സോ ഇനി നമ്മളെ ഐറ്റംസ് ബാക്കിയുള്ളത് ഈ ഒരു നക്ഷത്രമുണ്ട്. ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലായിട്ട് ആഡ് ചെയ്യാം. എവിടെ ആഡ് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം. ഇത് താഴെ ഇവിടെയല്ലേ കുറേ ഗ്യാപ്പ് കാണുന്നത്. നമുക്ക് താഴെ കൊടുക്കും, താഴെ കൊടുക്കും. ഇനിയുള്ളത് ഒരു കുട്ടി വീത്താണ്. അത് നമ്മൾ സൈഡിലായിട്ട് എന്തെങ്കിലും ഒരു ഈ ബാസ്ക്കറ്റ് മേ ബി വെക്കും. ഇതിൽ ഇനിയൊരു അപ്പൂപ്പനെ വാങ്ങാൻ പ്ലാനുണ്ട്. ഇത് വാങ്ങുവാണെങ്കിൽ ഈ ബാസ്ക്കറ്റിൽ കുറച്ച് ക്യാൻഡിൽസും പൈൻ ഫ്രൂട്ടും പിന്നെ വൈൻ മേടിക്കുകയാണെങ്കിൽ വൈനും പിന്നെ ഇതൊക്കെ വെച്ച് എസ്തെറ്റിക്കായി ക്യൂട്ടാക്കി ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കെന്താ നല്ല വെരി ക്രിസ്മസിൻ്റെ അപ്പോൾ ഇത് കാണുന്നിടത്താണ് നമ്മൾ വെക്കണ്ടേ. അപ്പം ഫ്രണ്ടിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഫൈനൽ ഐറ്റം വന്നിരിക്കുന്നു, സ്റ്റാർ. സോ ഇത് ദേവിക്ക് വെക്കണം വലിയ ഓക്കെ. നമ്മളെ ക്രിസ്മസ് ട്രീ ഫൈനലൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.